ഒരു കാലത്ത് സിനിമാ ലോകം ഒന്നാകെ മാസ്മരിക സൃഷ്ടിച്ച മഹാനടൻ, പട്ടാള ജീവിതം ഉപേക്ഷിച്ച് 40-ാം വയസ്സിൽ അഭിനയ ജീവിതത്തിലേക്ക് കടന്ന പ്രതിഭ. ആദ്യ സിനിമ പരാജയപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് നിർണായകമായ ഒരു സിനിമയിലൂടെ തന്റെ രേഖപ്പെടുത്തിയ ഒരു നടൻ. എല്ലാ അർത്ഥത്തിലും മലയാളിയുടെ പ്രിയപ്പെട്ട നടനായി മാറിയ സത്യൻ. 18 വർഷക്കാലം മലയാളിയുടെ നായക സങ്കല്പങ്ങളിൽ ജീവൻ നൽകിയ സത്യൻ ഒരു തലമുറയെ മുഴുവൻ ആവേശത്തിലാഴ്ത്തിയിരുന്നു. സ്വാഭാവിക അഭിനയം കൊണ്ട് നമ്മളെ വിസ്മയിച്ച പ്രതിഭ. സൽഗുണ സമ്പന്നന്മാരായ മുൻ മാതൃകളെ തച്ചുടച്ചായിരുന്നു സത്യന്റെ നായക കഥാപാത്രങ്ങൾ. മികച്ച നടൻ എന്നുള്ള കേരള സർക്കാരിന്റെ ആദ്യ പുരസ്കാരം ഏറ്റുവാങ്ങിയതും സത്യൻ തന്നെയായിരുന്നു. മലയാളത്തിന്റെ മഹാനടൻ സത്യൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 53 വർഷം തികയുന്നു. മാനുവൽ സത്യനേശൻ നാടാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. 1912 നവംബർ 9 അന്നത്തെ തിരുവിതാംകൂറിൽ മാനുവലിന്റെയും ലില്ലിയുടെയും മൂത്ത മകനായി ജനിച്ച സത്യനേശൻ പഠനത്തിൽ മിടുക്കനായിരുന്നു. അന്നത്തെ കാലത്തെ വിദ്വാൻ പരീക്ഷ പാസ്സായ അദ്ദേഹം വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനത്തിനു ശേഷം തന്നെ ജോലി വാങ്ങി. അധികം ബുദ്ധിമുട്ടാതെ തന്നെ അധ്യാപകനായും ജോലി ലഭിച്ചു. പിന്നീട് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി ലഭിച്ചതോടെ അധ്യാപക ജോലി അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു. അവിടെ നിന്നും അദ്ദേഹം പോയത് പട്ടാളത്തിലേക്കായിരുന്നു. 2ാം ലോകയുദ്ധം നടക്കുന്ന കാലത്താണ് സത്യൻ മാഷ് പട്ടാളത്തിൽ ചേരുന്നത്. യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ജോലിയിൽ നിന്നും വിരമിച്ച് വീണ്ടും തിരുവിതാംകൂറിലേക്ക്. പിന്നീട് അദ്ദേഹം കൈവച്ചത് പോലീസ് ഉദ്യോഗത്തിലേക്കായിരുന്നു. ഇൻസ്പെക്ടറായി ജോലി നോക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അഭിനയത്തിൽ മോഹമുദിച്ചത്. ഈ കാലയളവിൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെ അഭിനയ തീവ്രത കൂടിയെന്ന് വേണം പറയാൻ. തുടർന്ന് 1951 പോലീസ് ജോലി രാജിവെച്ച് അദ്ദേഹം അഭിനയ ജീവിതത്തിലേക്ക് കടന്നു. സത്യന്റെ താരപരിവേഷം കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിന് ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. തന്റെ 40-ാമത്തെ വയസ്സിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെയാണ് സത്യൻ ചലച്ചിത്ര ജീവിതം ആരംഭിച്ചത്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും ഈ ചിത്രം റിലീസിനെത്തിയില്ല. അടുത്ത വർഷം ആത്മസഖി എന്ന ചിത്രത്തിലൂടെ സത്യൻ മാഷ് സിനിമാ നടനായി മാറി. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ സത്യന്റെ ജീവിതത്തിലെ നാഴികക്കല്ലായി. കേന്ദ്ര സർക്കാരിന്റെ രജതകമലം അവാർഡ് ലഭിച്ച സിനിമ കൂടിയായിരുന്നു നീലക്കുയിൽ. പിന്നീട് ഓടയിൽ നിന്ന്, യക്ഷി, ദാഹം, സ്നേഹസീമ തുടങ്ങിയ തുടർച്ചയായ ഹിറ്റുകളോടെ സത്യൻ മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി. പിന്നീട് പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തത പുലർത്തുന്ന നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഒരേ സമയം ഷീലയുടെ അച്ഛനായും കാമുകനായും അവതരിച്ച സത്യൻ നായക സങ്കല്പങ്ങളെ തന്നെ പൊളിച്ചെഴുതി. താരമൂല്യങ്ങൾക്ക് വില നൽകാതെ തന്നിലെ നടനെ പരിപോഷിപ്പിക്കാനാണ് അദ്ദേഹം എന്നും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ചെമ്മീനിലെ പളനി കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചതിന് കണക്കുകളില്ല. 150-ലേറെ മലയാള സിനിമകളിലാണ് സത്യൻ അഭിനയിച്ചിട്ടുള്ളത്. 2 തമിഴ് സിനിമകളുടെയും ഭാഗമായി. മികച്ച നടനുള്ള ആദ്യ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് സത്യനായിരുന്നു. കരുത്തുറ്റ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച സത്യൻ 10 വർഷത്തോളം അർബുദത്തോട് പോരാടി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിനുമപ്പുറം മഹാനടനായി ഇന്നും തുടരുകയാണ് മലയാളിയുടെ പ്രിയപ്പെട്ട സത്യൻ മാഷ്.